എടാ, കാലങ്ങൾക്ക് ശേഷം വീണ്ടും കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. പണ്ടങ്ങനെയൊക്കെ പറ്റിപ്പോയി, അതൊന്നും മനസ്സിൽ വെച്ചേക്കരുത് കേട്ടോ. അയ്യോടാ, അതൊക്കെ ഞാൻ അന്നേ മറന്നില്ലേ. അതൊക്കെ ഓരോരോ പക്വത കുറവുകൊണ്ട് പറ്റിപ്പോകുന്നതല്ലേ. ഞാൻ അതൊക്കെ അന്നേ മറന്നു. എനിവേ, നിന്നെ കാണാൻ പറ്റിയത് വളരെ സന്തോഷം. എനിവേ, ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാലങ്ങൾക്ക് ശേഷം കാണാൻ പറ്റിയല്ലോ, പഴയതൊക്കെ ഏറ്റുപറയാൻ പറ്റിയല്ലോ. ഒരുപാട് സന്തോഷം. താങ്ക് യു. എന്നാ ഞാൻ പോട്ടടാ. ഓക്കേടാ, ബൈ. വീണ്ടും കാണാട്ടോ. പോയോ അവൻ? മറക്കാൻ ഞാൻ ചത്താലും മറക്കില്ല. അത്രയും വലിയ കാര്യങ്ങളാണല്ലോ പണ്ട് എന്നോട് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഇവിടുന്ന് പോയാൽ പോകുന്ന വണ്ടിയിൽ ഏതെങ്കിലും ഒരു വണ്ടിയുടെ ഇടയിൽ കുടുങ്ങി ചത്തു എന്നുള്ള വാർത്ത ഞാൻ കേട്ട അപ്പം ഞാൻ സന്തോഷിക്കും. ഇതേ കണ്ടില്ലേ, ഇയാളുടെ മനസ്സിൽ ഇഷ്ടക്കുറവുണ്ട്, എന്നാലും ബാഹ്യമായ ഇഷ്ടം കാണിക്കുകയാണ്. ഇതിനെ സൈക്കോളജിയിൽ പ്രതിക്രിയാ വിധാനം അല്ലെങ്കിൽ റിയാക്ഷൻ ഫോർമേഷൻ എന്നാണ് പറയാ. എന്ന് വെച്ചാൽ ഒരാൾക്ക് ഇഷ്ടക്കുറവുള്ള ആൾക്കാരോടോ വസ്തുക്കളോടോ ബാഹ്യമായ ഇഷ്ടം കാണിക്കുന്ന, പുറത്തിഷ്ടം കാണിക്കുന്ന പരിപാടിയാണ് പ്രതിക്രിയാ വിധാനം അല്ലെങ്കിൽ റിയാക്ഷൻ ഫോർമേഷൻ. ഇതും ഡിഫൻസ് മെക്കാനിസം, പ്രതിരോധ തന്ത്രം അല്ലെങ്കിൽ സമായോജന തന്ത്രത്തിൽ തന്നെയാണ് വരിക. ഓക്കെ.